കണ്ണാടി കാൺമോളവും. എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള സാഹിത്യവും സാമൂഹ്യ അന്തരീക്ഷവും അധപ്പതിച്ചു പോയ, നമ്പൂതിരിമാരുടെ കൂത്തരങ്ങായി അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളിൽ ഭക്തി ഉണ്ടാകണമെന്ന ചിന്തയോടെയാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണവും മഹാഭാരതവും കിളിപ്പാട്ട് രൂപത്തിൽ രചിച്ചത്. സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് അദ്ദേഹം ഇവ രണ്ടും രചിച്ചത്. മണിപ്രവാള സാഹിത്യങ്ങളെല്ലാം തന്നെ അച്ചീചരിതങ്ങളും സ്ത്രീ വർണ്ണനാപരങ്ങളുമായിരുന്നു. അതിനൊരറുതി വരണമെന്ന് എഴുത്തച്ഛൻ ആഗ്രഹിച്ചു. കേരളീയ ജനതയെ സാംസ്കാരികമായും മാനസികമായും മാറ്റിയെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ഈശ്വരചിന്ത ഹൃദയത്തിൽ നിറയ്ക്കണം. തെറ്റുകൾ ചെയ്തു കൂട്ടുമ്പോൾ ഇഹലോകത്തിലും പരലോകത്തിലും കണക്ക് പറയേണ്ടി വരുമെന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി എക്കാലവും പ്രസക്തങ്ങളായ ലോകോക്തികളും തത്വചിന്തകളും തൻ്റെ കൃതികളിലുടനീളം അദ്ദേഹം എഴുതി ചേർത്തു. രണ്ട് കൈവഴികളിലായി ഒഴുകിക്കൊണ്ടിരുന്ന പാട്ടിനെയും മണിപ്രവാളത്തെയും കൂട്ടി യോജിപ്പിച്ച് ഒരു പുതിയ സാഹിത്യ ഭാഷയ്ക്കും അദ്ദേഹം രൂപം കൊടുത്തു. ഒപ്പം തന്നെ കിളിപ്പാട്ട് രൂപത്തിൽ കൃതികൾ രചിച്ച് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിനും രൂപം കൊടുത്തു. 1,20,000 ശ്ലോകങ്ങളുള്ള വ്യാസഭാരതത്തെ സംക്ഷിപ്തമാക്കി സ്വതന്ത്രമായി വിവർത്തനം ചെയ്തു. സംഭവപർവത്തിലെ ശകുന്തളോപാഖ്യാനത്തിലെ കുറച്ചു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കണ്ണാടി കാൺമോളവും എന്ന പാഠഭാഗം. ആദ്യമായി നമുക്ക് ശാകുന്തളം കഥ മഹാഭാരതത്തിൽ എങ്ങനെയാണ്, വ്യാസഭാരതത്തിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. മഹാഭാരതം ആദി പർവ്വത്തിലാണ് ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും കഥ 326 ശ്ലോകങ്ങളിലായി വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. നായാട്ടിനായി വനത്തിലെത്തിയ ദുഷ്യന്ത മഹാരാജാവ് കണ്വമഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ശകുന്തളയെ കണ്ടുമുട്ടുന്നു. ആ സമയം കണ്വമഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല. നൈഷ്ഠിക ബ്രഹ്മചാരിയായ കണ്വമഹർഷിക്ക് എങ്ങനെയാണ് ഇത്ര സുന്ദരിയായ ഒരു പുത്രിയുണ്ടായത് എന്ന രാജാവിൻ്റെ സംശയത്തിന് ശകുന്തള താൻ വിശ്വാമിത്രൻ്റെയും മേനകയുടെയും മകളാണെന്നും കണ്വമുനിയുടെ വളർത്തുപുത്രിയാണെന്നും ഉത്തരം കൊടുക്കുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ തപസ് മുടക്കുന്നതിനായി മേനക എന്ന അപ്സരസിനെ ദേവേന്ദ്രൻ നിയോഗിക്കുകയും വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും മേനകയ്ക്ക് ഒരു കുട്ടി ജനിക്കുകയും ചെയ്തു. ഈ കുഞ്ഞിനെ വനത്തിൽ ഉപേക്ഷിച്ചിട്ട് മേനക തിരിച്ച് സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ശകുന്തങ്ങൾ പോറ്റി വളർത്തിയ ഈ കുഞ്ഞിനെ ശകുന്തള എന്ന പേരിട്ട് കണ്വമഹർഷി തൻ്റെ മകളായി വളർത്തി. ഈ കഥ ശകുന്തള ദുഷ്യന്തന് പറഞ്ഞുകൊടുത്തു. ആദ്യ കാഴ്ചയിൽ തന്നെ ശകുന്തളയിൽ അനുരക്തനായ ദുഷ്യന്ത മഹാരാജാവ് അവളെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ ദുഷ്യന്തന് തന്നിൽ പിറക്കുന്ന കുഞ്ഞിന് അടുത്ത രാജ്യാവകാശം നൽകണം എന്ന് ശകുന്തള ദുഷ്യന്തനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ഉറപ്പും അവൾ നേടിയിരുന്നു. കൊട്ടാരത്തിലേക്ക് തിരികെ പോകുമ്പോൾ ശകുന്തളയെ കൂട്ടിക്കൊണ്ടുപോകാൻ ചതുരംഗ സേനയെ അയക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് ദുഷ്യന്തൻ തിരിച്ചുപോയത്. ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കണ്വമഹർഷി എങ്ങനെ പ്രതികരിക്കുമെന്ന ഒരു ഭയം ദുഷ്യന്തനുണ്ടായിരുന്നു. എന്നാൽ ആശ്രമത്തിൽ മടങ്ങിയെത്തി കാര്യങ്ങൾ അറിഞ്ഞ കണ്വമഹർഷി മകളെ ആശീർവദിച്ചതേയുള്ളൂ. ശകുന്തള പ്രസവിച്ച ആൺകുട്ടി വന്യമൃഗങ്ങളെ പോലും അടക്കി നിർത്തുന്ന ശൗര്യത്തിനുടമയായിരുന്നു. കുട്ടിക്ക് 6 വയസ്സായിട്ടും ദുഷ്യന്തൻ ആളയക്കാത്തതിനാൽ ശകുന്തളയെയും മകനെയും കണ്വമഹർഷി കൊട്ടാരത്തിലേക്ക് അയച്ചു. രാജസദസ്സിൽ നിൽക്കുന്ന ശകുന്തളയെ തിരിച്ചറിഞ്ഞെങ്കിലും രാജാവ് അത് പ്രകടിപ്പിച്ചില്ല. തനിക്ക് നൽകിയ വാഗ്ദാനം ഓർമ്മിച്ചുകൊണ്ട് തൻ്റെ മകനെ രാജാവാക്കണമെന്ന് ശകുന്തള ആവശ്യപ്പെട്ടു. എന്നാൽ ശകുന്തള പറയുന്നത് നുണയാണെന്നും ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും സ്ഥാപിക്കാനും അവളെയും അമ്മയായ മേനകയെയും അധിക്ഷേപിക്കാനുമാണ് രാജാവ് തുനിഞ്ഞത്. ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള അതിശക്തമായി പ്രതികരിച്ചു. ആ സമയത്ത് ശകുന്തള പരിശുദ്ധയാണെന്നും കുട്ടി ദുഷ്യന്തൻ്റേതാണെന്നും അവൻ അടുത്ത രാജാവാകുമെന്നും ഒരു അശരീരിയുണ്ടായി. അങ്ങനെ ദുഷ്യന്ത മഹാരാജാവ് ഭാര്യയെയും മകനെയും സ്വീകരിച്ചു. അപരിചിതയും സുന്ദരിയുമായ ഒരു സ്ത്രീ വന്ന്
രാജ്യ അടുത്ത കിരീടാവകാശി തൻ്റെ പുത്രനെ ആക്കണമെന്നും തൻ്റെ ഭാര്യയാണെന്നുമൊക്കെ പറഞ്ഞാൽ അത് തൻ്റെ യശസ്സിന് കോട്ടം തട്ടുമെന്നും ജനങ്ങൾക്ക് സംശയം തോന്നുമെന്നും ഒക്കെ ധരിച്ചിട്ടാണ് താൻ ശകുന്തളയെ അറിയാത്തതായി നടിച്ചതെന്ന് രാജാവ് പറയുന്നുണ്ട്. പൂർണ്ണശുദ്ധയായ ഭാര്യയും മകനെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള രാജാവിൻ്റെ ആഗ്രഹം ധ്വനിപ്പിച്ചാണ് മഹാഭാരതത്തിലെ ശാകുന്തളം കഥ അവസാനിക്കുന്നത്. ഇനി നമുക്ക് എഴുത്തച്ഛൻ്റെ ശാകുന്തളം കഥ ഒന്ന് നോക്കാം. വിശ്വാമിത്ര മഹർഷിയുടെ തപസ് മുടക്കാൻ നിയോഗിക്കപ്പെട്ട മേനക എന്ന അപ്സരസിൽ മഹർഷിക്ക് ജനിച്ച കുഞ്ഞാണ് ശകുന്തള. ജനിച്ച ഉടനെ മേനക കുഞ്ഞിനെ വനത്തിൽ ഉപേക്ഷിച്ചിട്ട് സ്വർഗ്ഗലോകത്തിലേക്ക് പോയി. ശകുന്തങ്ങൾ പോറ്റി വളർത്തിയതുകൊണ്ട് ഈ കുഞ്ഞിനെ കണ്ണു മഹർഷി ശകുന്തള എന്ന് നാമകരണം ചെയ്തു. സ്വന്തം കുഞ്ഞായി വളർത്തുകയും ചെയ്തു. നായാട്ടിനായി വനത്തിലെത്തിയ പുരുവംശ രാജാവായ ദുഷ്യന്തൻ ശകുന്തളയെ കാണുന്നു. പരസ്പര അനുരാഗബദ്ധരായ അവർ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ തൻ്റെ കുഞ്ഞിനെ അടുത്ത കിരീടാവകാശി ആക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ശകുന്തള ദുഷ്യന്തൻ്റെ മുന്നിൽ വെച്ചിരുന്നു. ദുഷ്യന്തൻ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്തൊന്നും കണ്ണു മഹർഷി അവിടെ ഉണ്ടായിരുന്നില്ല. ഫലമൂലാദികൾ ശേഖരിക്കാനായി വനത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. ചതുരംഗ സേനയുമായി വന്ന് ആഘോഷത്തോടെ ശകുന്തളയെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ദുഷ്യന്തൻ മടങ്ങിപ്പോയി. വനത്തിൽ നിന്നും മടങ്ങിയെത്തിയ കണ്ണു മഹർഷി ദിവ്യദൃഷ്ടിയാൽ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുകയും ശകുന്തളയെ അനുഗ്രഹിക്കുകയും ചെയ്തു. 3 ലോകങ്ങളിലും കീർത്തി കേൾക്കേണ്ട കുമാരന് അവൾ ജന്മം നൽകുകയും ചെയ്തു. ദേവകൾ ഇവൻ ചക്രവർത്തിയാകുമെന്ന് ആശീർവദിച്ചു. കണ്ണു മഹർഷി വേദശാസ്ത്രാദികളിലൊക്കെ നിപുണനാക്കി ശകുന്തളയുടെ പുത്രനെ വളർത്തി. ഒരിക്കൽ കണ്ണു മഹർഷി പുത്രിയോട്, ഇനി നീ പുത്രനോടുകൂടി ഭർത്താവിനെ ചെന്നു കാണണമെന്ന് അരുൾ ചെയ്തു. കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും സ്ത്രീയെ സംരക്ഷിക്കണം. സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നാണല്ലോ പ്രമാണം. അതിനാൽ ഭർതൃസന്നിധിയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കണ്ണു മഹർഷി ശകുന്തളയോട് പറഞ്ഞു. ശകുന്തള പുത്രനോടൊപ്പം ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലെത്തി. എന്നാൽ ശകുന്തളയുമായുള്ള പൂർവ്വബന്ധം മറന്ന ദുഷ്യന്തൻ ശകുന്തളയെ കണക്കറ്റ് ആക്ഷേപിക്കുന്നു. എന്നാൽ ശകുന്തള ദുഷ്യന്തൻ്റെ വാക്കുകൾക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്നും ഒരു അശരീരി വാക്യം ഉണ്ടാകുന്നു. വിശ്വാമിത്രൻ്റെ പുത്രിയായ ദേവസ്ത്രീക്ക് തുല്യയായ ശകുന്തളയെയും പുത്രനെയും സ്വീകരിക്കുക എന്നതായിരുന്നു ആ അശരീരി. ഭരതൻ എന്ന് ദേവന്മാർ പുത്രന് പേരും പറഞ്ഞു. ഇത് കേട്ട ദുഷ്യന്തൻ സംശയം മാറി ശകുന്തളയെ ഭാര്യയായി സ്വീകരിച്ചു. ഇതാണ് എഴുത്തച്ഛൻ്റെ ശകുന്തളോപാഖ്യാനം കഥ. വ്യാസഭാരതത്തിലെ ദുഷ്യന്തൻ ശകുന്തളയെ മനഃപൂർവ്വം മറന്നതായി നടിക്കുകയാണ്. കുഞ്ഞിനെയും കൂട്ടി തൻ്റെ കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ അധർമ്മഭീരുവായ ദുഷ്യന്ത രാജാവ് എന്ന് പറഞ്ഞാൽ പ്രജകൾ തന്നെക്കുറിച്ച് മറിച്ച് ചിന്തിക്കുമോ, അല്ലെങ്കിൽ ഈ സ്ത്രീയെക്കുറിച്ച് മറിച്ച് ചിന്തിക്കുമോ, ശകുന്തളയെക്കുറിച്ച് മറിച്ച് ചിന്തിക്കുമോ? ശകുന്തള ഒരു പുത്രനെയും കൂട്ടി വന്ന് സുന്ദരിയായൊരു യുവതി പുത്രനെയും കൂട്ടി കൊട്ടാരത്തിലെത്തി ഇത് രാജാവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ള ഭീതി നിമിത്തമാണ് അവളെ അറിയില്ല എന്ന് പറഞ്ഞതെന്ന് ദുഷ്യന്തൻ പിന്നീട് പറയുന്നുണ്ടെങ്കിലും അവളെ അറിയില്ല എന്ന ഭാവത്തിൽ കണക്കറ്റ് ശകാരിക്കുകയും അവളെയും ശകുന്തളയെയും അവളുടെ മാതാവായ മേനകയും ഒക്കെ കുറ്റപ്പെടുത്തുകയും പഴിചാരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദുഷ്യന്ത മഹാരാജാവ്. വ്യാസഭാരതത്തിലെ ദുഷ്യന്ത മഹാരാജാവ്. ശാകുന്തളത്തിൽ എഴുത്തച്ഛനാകട്ടെ ദുഷ്യന്തൻ മനഃപൂർവ്വം മറന്നതായിട്ടല്ല, മറന്നു പോയതായിട്ടാണ് പറയുന്നത്. പക്ഷേ ദേവന്മാർ ഇങ്ങനെ തൻ്റെ പുത്രൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ശകുന്തളയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. വ്യാസൻ്റെ മഹാഭാരതത്തിലെ ശകുന്തളയുടെ കഥയും എഴുത്തച്ഛൻ്റെ ശകുന്തളോപാഖ്യാനത്തിലെ ശകുന്തളയുടെ കഥയും നമുക്ക് മനസ്സിലായി. ഇനി ഈ ശകുന്തളോപാഖ്യാനത്തിൻ്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വമഹാകവിയായ കാളിദാസൻ ഒരു സംസ്കൃത നാടകം രചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കഥയും ഈ കഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പോൾ അതുകൂടെ നമുക്ക് വിശ്വമഹാകവിയായ കാളിദാസൻ്റെ ശാകുന്തളത്തിൻ്റെ കഥ കൂടി ചുരുക്കി നമുക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മൂലകഥയായ ശാകുന്തളത്തിൽ നിന്നും കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ട്. കാളിദാസൻ്റെ ശാകുന്തളത്തിൽ കണ്ണു മഹർഷി മകളുടെ കാലദോഷത്തിന് പരിഹാരം കാണാനായി സോമതീർത്ഥത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു.
ശകുന്തളയോടൊപ്പം അനസൂയ, പ്രിയംവദ എന്നീ 2 തോഴിമാരെ കൂടി കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ട് കാളിദാസൻ. നായാട്ടിനായി ആശ്രമത്തിലെത്തിയ ദുഷ്യന്തനോട് ശകുന്തളയല്ല അവളെക്കുറിച്ച് പറയുന്നത്, മറിച്ച് തോഴിമാരാണ്. എഴുത്തച്ഛൻ്റെ ശകുന്തള കരുത്തുറ്റ ഒരു കഥാപാത്രമാണ്. എന്നാൽ കാളിദാസൻ്റെ ശകുന്തളയാകട്ടെ ആശ്രമത്തിൻ്റെ പരിശുദ്ധിയിൽ വളർന്ന കളങ്കമറിയാത്ത ഒരു ആശ്രമകന്യകയാണ്. ദുഷ്യന്തനിൽ അനുരക്തയായ ശകുന്തള ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കുന്നുണ്ട്. അടയാളമായി രാജാവ് ഒരു മുദ്രാമോതിരം നൽകിയിട്ടുണ്ട്. കാളിദാസൻ്റെ ശാകുന്തളത്തിൽ ദുഷ്യന്തൻ മടങ്ങിപ്പോകുന്നത് ഈ അടയാളമായ മുദ്രാമോതിരം കൊടുത്തതിന് ശേഷമാണ്. സോമതീർത്ഥത്തിൽ നിന്നും തിരിച്ചെത്തിയ കണ്ണമഹർഷി ദിവ്യദർശനത്താൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒരിക്കൽ ആശ്രമത്തിൽ ദുഷ്യന്തനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി സ്ഥലകാലങ്ങൾ നഷ്ടപ്പെട്ട് ഇരുന്ന ശകുന്തളയെ അവിടെ എത്തിയ ദുർവാസാവു മഹർഷിയെ കണ്ടില്ല. കോപിഷ്ഠനായ മഹർഷി തനിക്ക് അർഘ്യപാദ്യങ്ങളൊന്നും നൽകി ആദരിക്കാതിരുന്ന ശകുന്തളയെ ശപിച്ചു. നീ ആരെ ഓർത്തിരിക്കുന്നു? അവൻ നിന്നെ മറന്നു പോകട്ടെ എന്നാണ് ശപിച്ചത്. ആ സമയം അത് കേട്ടുകൊണ്ടുവന്ന തോഴിമാർ വിശ്വാമിത്രനോട് ശകുന്തളയുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി അവൾക്ക് ശാപമോക്ഷം നേടിയെടുത്തു. അടയാളമായി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദുഷ്യന്തൻ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് അടയാളമായി കാണിച്ചാൽ മതി, ഓർമ്മ തിരിച്ചു കിട്ടിക്കൊള്ളും എന്ന ശാപമോക്ഷമാണ് കൊടുത്തത്. ശകുന്തള പൂർണ്ണ ഗർഭിണിയായിട്ടും ദുഷ്യന്തൻ വരാതിരുന്നപ്പോൾ കണ്ണമഹർഷി ഗൗതമിയെയും ശാർങ്ങരവ ശാരദ്വതന്മാരെയും ഒക്കെ കൂട്ടി ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തളയെ അയച്ചു. പോകും വഴി ശകുന്തളയുടെ കയ്യിൽ നിന്നും മുദ്രാമോതിരം നദിയിൽ വീണുപോയി. അതിൻ്റെ ഫലമായി ദുർവാസാവിൻ്റെ ശാപത്താൽ ദുഷ്യന്തൻ ശകുന്തളയെ മറന്നുപോയി. ഈ അടയാള മോതിരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കാണിച്ചാൽ ദുഷ്യന്തൻ ഓർക്കുമായിരുന്നു. പക്ഷേ ആ അടയാള മോതിരം വിധിവശാൽ ശകുന്തളയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ശാപവശാൽ ശകുന്തളയെ മറന്ന ദുഷ്യന്തൻ അവൾ കൊട്ടാരത്തിലെത്തിയപ്പോൾ അന്യ സ്ത്രീയാണെന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അവളെ തിരിച്ച് ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ ഗൗതമിയും കൂട്ടാക്കുന്നില്ല. ആ സമയത്ത് അവിടെ എത്തിയ മേനക ശകുന്തളയെ കശ്യപാശ്രമത്തിലെത്തിച്ചു. യഥാകാലം സർവധമനൻ ജനിച്ചു. മീൻപിടുത്തക്കാരനായ ഒരു മുക്കുവന് മീനിൻ്റെ വയറ്റിൽ നിന്നും രാജാവിൻ്റെ മുദ്രാമോതിരം ലഭിച്ചു. വിധിവശാൽ അത് രാജാവിൻ്റെ കൈകളിലെത്തി. ശകുന്തളയെ ഓർമ്മ വന്ന രാജാവ് പശ്ചാത്താപ വിവശനായി. ഒരിക്കൽ ദേവേന്ദ്രനെ യുദ്ധത്തിൽ സഹായിക്കാനായി ദേവലോകത്ത് പോയി മടങ്ങി വരുന്ന വഴിയിൽ കശ്യപാശ്രമത്തിലെത്തിയ രാജാവ് ശകുന്തളയെയും പുത്രനെയും കണ്ടെത്തുകയും മാപ്പു പറഞ്ഞ് സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് വിശ്വമഹാകവിയായ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം കഥ.